മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട്. അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും വേദപാഠുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത്. എല്ലാം കാണുന്നത് അവർ TV കൂടെയാണ്, മഹാഭാരതം, രാമായണം ഒക്കെ. അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാണ്, നമ്മളെ മതത്തെക്കുറിച്ചുള്ള അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ്. നിങ്ങളത് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യമാണ്. അതല്ല നമ്മുടെ കുട്ടികൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആവലാതികളെല്ലാം ആവോളമുണ്ട്. എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോ കാണുന്നില്ല? നമസ്കാരം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടൊരു സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മതം പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ മതം പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. എന്തുകൊണ്ടാണ് ഹൈന്ദവ വിഭാഗത്തിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ സഹോദരി ചോദിച്ച ചോദ്യത്തിൻ്റെ പൊരുൾ. അതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരം, നിങ്ങളുടെ MLA പോയി പറയൂ, ദേവസ്വം ബോർഡാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്നാണ്. ഉത്തരം പറഞ്ഞത് വളരെ ശരിയാണ്, ദേവസ്വം ബോർഡിന് തന്നെയാണ് അതിനുള്ള ഉത്തരവാദിത്വം. എന്നാൽ ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടെന്നും അതിന് നിയമാവലി ഉണ്ടെന്നും അതിന് സിലബസ് ഉണ്ടെന്നും ആ പാഠ്യപദ്ധതി പ്രകാരം പഠിക്കുന്ന ആളുകൾക്ക് പരീക്ഷയുണ്ടെന്നും ആ പരീക്ഷയിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നും ആ പഠനശാലയിലെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാല, മതപാഠശാലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയും സർട്ടിഫിക്കറ്റും അതുകൂടാതെ രാമായണ മത്സരങ്ങളുമൊക്കെ ഉണ്ട് എന്നും, അതിലുപരിയായിട്ട് ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് 2000 രൂപ പ്രതിമാസം ഓണറേറിയം ഉണ്ടെന്നും, ഓരോ ഗ്രൂപ്പിലും ഇതിന് കൺവീനർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും, ആ കൺവീനർമാർക്ക് ഒരു 3500 രൂപ വെച്ച് പ്രതിമാസ ഓണറേറിയം ഉണ്ടെന്നും ഈ കേന്ദ്രമന്ത്രിക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു ധർമ്മം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ അത് വേണ്ട വിധം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. ആ വാസ്തവങ്ങളെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇതാണ് ദേവസ്വം ബോർഡിന്റെ നിയമാവലിയാണ്, മതപാഠശാല നിയമാവലിയാണ്. ഈ നിയമാവലി പ്രകാരം എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും മതപാഠശാലകൾ നടത്തണം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഇന്നും ദിനം തുടങ്ങിയതല്ല, 1980 മുതൽ നിയമാവലിയുണ്ട്. ഈ നിയമാവലി ഉണ്ടായിട്ടും ഇതിങ്ങനെ ഉണ്ടെന്നോ ഇത് ഹൈന്ദവ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണമെന്നോ ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ശ്രമിച്ചിട്ടില്ല, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും അന്വേഷിച്ചെന്ന് പറയാൻ ശ്രമിച്ചാൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കുകയുമില്ല. ഇതുമാത്രമല്ല, ദേവസ്വം ബോർഡ് എല്ലാ വർഷവും മതപഠനശാലയ്ക്ക് അല്ലെങ്കിൽ മതപാഠശാലയ്ക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റ് വെക്കാറുണ്ട്. അങ്ങനെ ബഡ്ജറ്റിൽ വെക്കുന്ന തുക 1 രൂപ പോലും ചിലവഴിക്കാതെ ലാപ്സായി പോകാറുമുണ്ട്. അത് സംബന്ധമായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുമുണ്ട്, ആ കേസ് നടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും അന്വേഷിക്കുവാൻ ഈ പറയുന്ന ഒരു ഹിന്ദു സംഘടന നേതാക്കന്മാർക്കും താല്പര്യവുമില്ല, തയ്യാറുമില്ല. ശരിക്കും ഇപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ദേവസ്വം ബോർഡ് സ്കൂളിലും കോളേജുകളിലും അഡ്മിഷന് പരിഗണനയുണ്ട്. ഇനി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പരീക്ഷയിൽ പാസ്സാവുന്ന, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 5 വർഷത്തെ കോഴ്സ്, ആ മതപാഠശാല കോഴ്സ് പാസ്സായി വരുന്ന ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജോലികളിൽ വ്യക്തമായ പരിഗണന ഉണ്ടാകുന്നതിനുള്ള നടപടി ഉണ്ടാവണം. ഇതൊക്കെ ആവശ്യപ്പെടാൻ ഇവിടെ ഒരു ഹിന്ദു സംഘടന നേതാക്കന്മാരും ഇല്ല, ഹിന്ദു സംഘടനയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഇത് അങ്ങ് കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള വ്യവസ്ഥകളുണ്ട്. നമുക്ക് രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വരും തലമുറയ്ക്ക് ഈ ആധ്യാത്മിക തത്വങ്ങൾ പകർന്നു കൊടുക്കുവാനുള്ള ഏതൊരു പദ്ധതിയെയും അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ഓരോ ഹൈന്ദവനും ചെയ്യേണ്ടത്, അവരവരുടെ സമീപത്തുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ മതപാഠശാല ആരംഭിക്കണമെന്ന് അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ ആവശ്യപ്പെടുക. കഴിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ തന്നെ ഇത് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വലിയൊരു ഉദ്യോഗസ്ഥ വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ അടുത്തിടയ്ക്ക് പട്ടാഴിയിൽ നടന്ന ഒരു മതപാഠശാല പരീക്ഷ അലങ്കോലപ്പെടുത്തുന്നതിന് കൊട്ടാരക്കര ഗ്രൂപ്പിലെ പട്ടാഴി സബ് ഗ്രൂപ്പിലെ ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രമിച്ചു. അവിടുത്തെ അധ്യാപികയെ അധിക്ഷേപിച്ചു. അപ്പോൾ ഇതിന് പ്രതികരിക്കാൻ പോലും ഒരു ഹിന്ദുവിനും തയ്യാറില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ചോദിച്ച് പറഞ്ഞ് അതിൻ്റെ കാര്യമുണ്ടോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ദേവസ്വം ബോർഡിനെ സമീപിക്കാൻ പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൽ അതിനുള്ള പദ്ധതി ഉണ്ട് എന്നതിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. ആ പദ്ധതി പ്രകാരം ഇത് പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ പോലും ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇത് പഠിക്കാൻ ആളില്ല എന്നുള്ളതാണ്, ഇത് വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. എന്നിട്ടിങ്ങനെ പുറത്ത് നടന്ന് പഠിക്കാൻ സംവിധാനമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ സഹോദരങ്ങളെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും മതപാഠശാല ആരംഭിക്കണമെന്ന് മതപാഠശാല നിയമാവലിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ നിയമാവലി നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ അത് അയച്ചു തരുന്നതിന് തയ്യാറുമാണ്. അതുകൊണ്ട് പരിതപിച്ച് നടക്കുകയല്ല വേണ്ടത്. പരിതപിച്ച് നടക്കുന്നവരെന്നും അതിന് മാത്രമേ കഴിയുള്ളൂ. ഇറങ്ങി പ്രവർത്തിക്കണം. ഇങ്ങനെയൊരു സംവിധാനമുണ്ടെന്നും ആ സംവിധാനം ഉപയോഗപ്പെടുത്താനും കഴിയണം. ഇങ്ങനെ ഒരു ചോദ്യം ഒരു ഹിന്ദു സംഘടനാ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് പറഞ്ഞു തരാൻ അറിയില്ല എങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഹൈന്ദവന്റെ അടിസ്ഥാന കാര്യമായിരിക്കുന്ന ഈ ആധ്യാത്മിക പഠനത്തെ എത്ര പ്രാധാന്യം കൊടുക്കുന്നെന്നും സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോഴുള്ളത്.